സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 39 സങ്കീർത്തനം. സങ്കീർത്തനം 39 4 വാക്യം വായിക്കുകയാണ്. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ്സു എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ശ്രദ്ധിക്കുക, ഒരു ദിവസം ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ അവസാനം എങ്ങനെയായിരിക്കും? എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയാണ് എന്ന് എന്നോട് പറയണമേ. അവസാനം എന്താണ്? നാളെ എന്തായിരിക്കുമെന്ന് പറയുവാനല്ല പറയുന്നത്. എൻ്റെ അവസാനം എന്തായിരിക്കും? എൻ്റെ അന്ത്യം എന്തായിരിക്കും? ജനിച്ചാൽ മരണം നിശ്ചയം. ജനിച്ചതായ ഒരു വ്യക്തി തീർച്ചയായിട്ടും മരിക്കേണ്ടത് ആകുന്നു. എത്ര കാലം ഒരു വ്യക്തി ജീവിച്ചിരിക്കും അറിയാമോ? മോശ പറഞ്ഞു, മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു എന്നാണ്? മോശയുടെ കാലത്ത് 70 സംവത്സരമാണ്. ഈ കാലത്ത് നമ്മുടെ ആയുസ് എത്രയാണ്? 50 എന്നാണ് പറയുന്നത്. എന്താണ്? മനുഷ്യന്റെ ആയുസ് 30 സംവത്സരം. ബിപിയും ഷുഗറുമൊക്കെ പരിശോധിച്ചു പോയാൽ ഒരു 40 വർഷം. 2-3 ഓപ്പറേഷൻസ് ഒക്കെ കഴിയുകയാണെങ്കിൽ 50 വർഷം. എവിടെയെങ്കിലും മൂലയ്ക്ക് വീണ് കിടക്കാനാണെങ്കിൽ, അങ്ങനെ മൂലയ്ക്ക് വീണ് കിടക്കാനാണെങ്കിൽ ഒരു 60 വർഷം. എന്തിനിങ്ങനെ ജീവിക്കുന്നു, മരിച്ചുകൂടെ എന്ന് പറയുകയാണെങ്കിൽ 70 വർഷം. നിങ്ങൾക്കറിയാമോ, ഈ കാലത്ത് യൗവനക്കാർക്കേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. യൗവനക്കാരായിരിക്കുന്ന മക്കൾക്ക് തന്നെ ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടായിട്ട് തളർന്നു പോകുന്നവരുണ്ട്. മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. നാം ഈ ലോകത്തിൽ നിത്യമായിട്ട് വസിക്കും എന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നേക്കും നാം ജീവിച്ചിരിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം നാം ഈ ലോകത്തെ വിട്ടുപിരിയേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അബ്രഹാം തന്റെ വിശ്വാസം നിമിത്തമായി ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നതായ പട്ടണത്തിനു വേണ്ടി കാത്തിരുന്നുകൊണ്ട്, ഈ ലോകത്തിൽ ഞാനൊരു യാത്രികൻ മാത്രമാണ്, പ്രയാണം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ നിങ്ങൾ സ്വന്തം വീട് പണിതാലും, വാടക വീട്ടിൽ താമസിച്ചാലും, 3-4 നേരം ഭക്ഷണം കഴിച്ചാലും, ദിവസവും 6 നേരം കഴിച്ചാലും, 6 നേരം കഴിച്ചാൽ വേഗം മരിച്ചു പോകും കേട്ടോ. എന്താണ്? നിങ്ങൾ എത്രത്തോളം സ്വർണം വാങ്ങിക്കൂട്ടി വെച്ചാലും, എത്ര വസ്തുവകകൾ സമ്പാദിച്ചാലും, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ഈ ലോകത്തിൽ നിന്നൊന്നും തന്നെ കൊണ്ടുപോകില്ല. ഇവിടേക്ക് നഗ്നനായിട്ട് തന്നെ വന്നു, നഗ്നനായിട്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ മടങ്ങിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കണം. എന്നാൽ ഇന്നുള്ളതായ മനുഷ്യർ, ഇതെൻ്റേതാണ്, ഇതെൻ്റെ സ്വന്തമാണ്, ഇതെൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം, ഇതെനിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ സമാധാനം നഷ്ടപ്പെടുത്തി വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ എൻ്റെ ആയുസ് എത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാൻ 55-ാമത്തെ വയസ്സിൽ മരിച്ചു പോകും എന്ന് കർത്താവിനോട് അരുളി ചെയ്യുകയാണെങ്കിൽ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് കർത്താവ് ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കും. എന്നാൽ 100 വയസ്സ് വരെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു നാൾ മരിക്കുകയാണെങ്കിൽ എല്ലാം പാതിയിലാക്കേണ്ടി വരും. ഇന്ന് പലരും ഭാര്യയെ വിധവയാക്കിയിട്ട്, മക്കളെ അനാഥരാക്കിയിട്ട് ഇങ്ങനെ മരിച്ചു പോകുന്നവരുണ്ട്. ചിലർ ചോദിക്കും, എന്തുകൊണ്ട് എന്ന്. വചനത്തിൽ പറയുന്നു, ദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയുമരുത്, കാലത്തിനു മുമ്പേ നീ എന്തിന് മരിക്കുന്നു? പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. പാപം തരുന്ന കൈക്കൂലിയാണ് രോഗം. രോഗം വന്നിട്ട് അനേകർ മരിച്ചു പോകുന്നു. ഇവിടെ ദാവീദ് പറയുകയാണ്, കർത്താവേ, എൻ്റെ അന്ത്യം, എൻ്റെ ആയുസ് എത്രയാണ്? അതെത്രയാണെന്ന് എനിക്കൊന്ന് ബോധിപ്പിച്ചു തരാൻ കഴിയുമോ? എന്താണ് പറയുന്നത്? എൻ്റെ ആയുസ്സിൻ്റെ നീളം, എൻ്റെ ആയുസ് എത്രയാണെന്ന് പറയുമോ? എത്ര കാലം താൻ ജീവിച്ചിരിക്കും?
എന്ന ഒരു ചോദ്യം അദ്ദേഹത്തിനുണ്ടായി. ആ ചോദ്യവുമായിട്ട് ദൈവത്തിന്റെ അരികിൽ ചെന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ചോദിക്കുന്നതായ സമയത്ത് ചോദ്യം നമുക്ക് 4-ാമത്തെ വാക്യത്തിൽ കാണാം. അപ്പോൾ അതിന്റെ മറുപടി 5-ാമത്തെ വാക്യത്തിലും കാണാം. വായിക്കുകയാണ്: ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. എൻ്റെ അവസാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ആയുസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ, പിന്നീട് പ്രാർത്ഥനയിൽ താൻ തന്നെ മറുപടി പറയുകയാണ്, എൻ്റെ ആയുസ്സിൻ്റെ നീളം എത്രയാണ്? അത് 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികത അതാണ് അവിടെ പറയുന്നത്. എത്രയാണ് എൻ്റെ ജീവിതം? 4 വിരൽ നീളം മാത്രമാകുന്നു. അത് അരയടിയല്ല, ഒരടിയല്ല. അത് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? തുണികളൊക്കെ അളക്കുന്നതിന് വേണ്ടി സ്കെയിൽ ഉണ്ടായിരുന്നു. സ്കെയിൽ വെച്ച് ഇങ്ങനെ നീളം അളക്കുമായിരുന്നു. 1 മുഴം 2 മുഴം എന്നൊക്കെ വിരൽ വെച്ചുകൊണ്ട് അക്കാലത്ത് അളക്കുമായിരുന്നു. മനസ്സിലായോ? എൻ്റെ ആയുസ് ഇവിടെ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അരമുഴമല്ല, 1 മുഴമല്ല, 2 മുഴവും അല്ല. പിന്നെ എത്രയാണ്? 4 വിരൽ നീളം. അപ്പോഴത് കൂടുതലാണോ കുറവാണോ? വളരെ കുറവാണ്. 4 വിരൽ നീളം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം കഴിഞ്ഞു. എന്താണ്? ഒരു 12 വയസ്സ് വരെ ബാല്യമെന്ന് പറയും. അതിനുശേഷം ഒരു 30 വയസ്സ് വരെ കൗമാരം. അതിനുശേഷം ഒരു 50-54 വയസ്സ് വരെ യൗവനമായിട്ട് കണക്കാക്കും. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യത്തിലാകും. എൻ്റെ ജീവിതം എന്തായിപ്പോയി? 4 10കൾ അല്ലെങ്കിൽ 4 15കൾ. അതാണ് എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം. എത്ര കാലം നീ ബാലനായിട്ടിരിക്കും? എത്ര കാലം ഒരു ചെറിയ പയ്യനായിട്ട് നീ ഇരിക്കും? എത്ര കാലം ബാല്യാവസ്ഥയിൽ നീ ആയിരിക്കും? എനിക്കറിയാവുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് തൻ്റെ മകനെ വളരെ സ്നേഹമാണ്. ആ പയ്യൻ്റെ വിവാഹം കഴിഞ്ഞു, അവന് കുഞ്ഞുങ്ങൾ ജനിച്ചു. നല്ലവണ്ണം മദ്യം കുടിക്കും, മിക്കവാറും മദ്യം കുടിക്കും. എന്താണ്? ഒരു ദിവസം ഞാനിങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമെങ്കിലും നീ ഓർക്കേണ്ടേ? അത് കേട്ട സമയത്ത് അവരുടെ അമ്മ വന്ന് എന്തു പറഞ്ഞെന്നറിയാമോ? പോട്ടെ, സാരമില്ല, അവൻ കുഞ്ഞല്ലേ, ഒന്നും പറയണ്ട. എന്താണെന്നാണ്? അവൻ കുഞ്ഞാണെന്നാണ് പറയുന്നത്. 4 മക്കളുടെ പിതാവായ ശേഷവും കുഞ്ഞാണെന്നാണ് പറയുന്നത്. എന്താണ്? അറിയില്ലെന്നോ? എന്താണ് അവൻ അറിയാത്തത്? 12 വയസ്സ് വരെ ബാലൻ എന്ന് നാം പറയും. അതിനുശേഷം 13, 14, 15, 16, 17, 18 വരെ ടീനേജ് എന്നാണ് പറയുന്നത്. ടീനേജ് എന്ന് പറയുമ്പോൾ കൗമാരപ്രായമാണ്. വളരെ അപകടകരമായ വയസ്സാണിത്. ഇവിടെ 13, 14, 15, 16, 17, 18, 19 പ്രായമുള്ളവർ കൈയുയർത്താമോ? എന്താണ്? കൗമാരപ്രായക്കാർ ആരും തന്നെ ഈ മീറ്റിംഗിൽ നിന്ന് പങ്കെടുത്തിട്ടില്ലേ? എവിടെ പോയി എല്ലാവരും? 1 മുതൽ 12 വയസ്സ് വരെയുള്ളതായ കൊച്ചുകുട്ടികളൊന്ന് കൈ ഉയർത്താമോ? കൊള്ളാം. നോക്ക്, എത്ര നന്നായിട്ടാണ് മോൻ കൈ ഉയർത്തുന്നത്. കൊള്ളാം, വെരി ഗുഡ്. ഈ കുഞ്ഞുങ്ങളെ നാം നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഇവർ വലിയ ആളുകളായിട്ട് മാറും. ശരി, ഇരിക്കുക. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല. ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ നൽകിയത് എന്തിനാണ്? അവരെ അച്ചടക്കത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനാണ്. അവരെ ദൈവഭയത്തിൽ വളർത്താനാണ്. അതല്ലാതെ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ സംസാരിക്കുമെന്ന് വിചാരിക്കുക. അമ്മ എനിക്ക് പാലുതാ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കൊച്ചു കുഞ്ഞുങ്ങൾ നാം പറയുന്നത് പോലെ അത് അനുസരിച്ച് വളരാനിടയാകും. അങ്ങനെ പടിപടിയായിട്ട് വളർന്നു വന്നിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങും. അവരുടെ സംസാരം കേൾക്കുമ്പോൾ നാം സന്തോഷിക്കും. അതിനുശേഷം നാം അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ആ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് അങ്ങനെ മെല്ലെ 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 അങ്ങനെ പതിയെ പതിയെ നീ 10 വയസ്സിനുള്ളിൽ ആ കുഞ്ഞിനെ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് ആ കുഞ്ഞിൻ്റെ സ്വഭാവമായിട്ട് രൂപീകരിക്കപ്പെടുവാനിടയാകുന്നത്. പിന്നത്തെ കാര്യം പറയുവാൻ കഴിയുകയില്ല. നീ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് വളരെ ഉപേക്ഷയോടെയാണ് കൊച്ചുകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കൾ പരസ്പരം വഴക്കടിക്കുന്നത് കാണാം. ഇന്നലെ ഒരു സഹോദരി വന്നിട്ട് പറയുകയാണ്, അവർക്ക് 4ഉം 5ഉം വയസ്സുള്ളതായ 2 കൊച്ചു പെൺകുട്ടികൾ ഉണ്ട്. ബ്രദർ, എൻ്റെ ഭർത്താവ് ഒരു അന്യ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ഒളിച്ചോടിപ്പോയി എന്ന് പറയുമ്പോൾ ഈ 2 കൊച്ചുകുട്ടികളും അമ്മയെ നോക്കുകയാണ്. അമ്മയെ നോക്കിയിട്ട് കരയുകയാണ്. അവർക്കെന്തു മനസ്സിലായെന്നറിയില്ല, എന്നാൽ അവർ കരയുകയാണ്. ഞാൻ പറഞ്ഞു, കുട്ടികളുടെ മുൻപിൽ അങ്ങനെയൊന്നും പറയരുത്.
കുട്ടികളുടെ മുൻപിൽ നാം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ പാടില്ല. ചിലർ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവരും. ഇവൻ ഒട്ടും പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇവൻ പഠിക്കത്തില്ല, മണ്ടനാണ് എന്നൊക്കെ എൻ്റെ അടുക്കൽ വന്ന് പറയും. ഞാൻ ചോദിക്കും, മോനെ നീ നല്ലോണം പഠിക്കുമല്ലോ, അമ്മ വെറുതെ പറയുന്നതല്ലേ? അതെ എന്ന് അവൻ പറയും. എന്താണ്? അവൻ മിടുക്കനല്ല എങ്കിലും എല്ലാ ദിവസവും നീ അവൻ മിടുക്കനാണെന്ന് പറഞ്ഞാൽ അവൻ മിടുക്കനായിട്ട് മാറും. അതാണ് ചെയ്യേണ്ടത്. ചിലർ പറയും, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ വളരെ കുസൃതിയാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവർ ജനിച്ചിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണെന്നറിയാമോ? 21-ാമത്തെ നൂറ്റാണ്ടിലാണ്. നാം ജനിച്ച കാലഘട്ടത്തിലല്ല, നാം ജനിച്ചിരുന്നതായ സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്നുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ സെൽഫോണാണ് ഉപയോഗിക്കുന്നത്. ഫോണിലാണ് അവർ കളിച്ചു തുടങ്ങുന്നത്. കളിക്കുവാൻ പാവയെ മേടിച്ചു കൊടുത്താൽ അവർക്ക് വേണ്ടത് ഫോണിൻ്റെ കളിപ്പാട്ടവും വന്നിട്ടുണ്ട്. ഒരു ദിവസം കളിപ്പാട്ടമായിരിക്കുന്ന ഫോൺ അമ്മ കൊടുത്തപ്പോൾ ആ കളിപ്പാട്ട ഫോൺ എടുത്തിട്ട് എറിഞ്ഞിട്ട്, നിന്റെ ഫോണിങ്ങിതാ, ഈ ഫോൺ നീ എടുത്തോ എന്ന് പറയും. കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കരുത്, അവരുടെ കാഴ്ചയ്ക്ക് ദോഷമുണ്ടാകും. അവർ വളരുന്ന സമയത്ത് അവരുടെ കാഴ്ചയ്ക്ക് അത് പ്രശ്നമുണ്ടാകാൻ ഇടയുണ്ട്. അവർ ഫോണിൽ നോക്കുമ്പോൾ ആ തീവ്രമായ പ്രകാശം അവരുടെ കണ്ണിലേക്ക് വരുവാനിടയാകും. അതുമാത്രമല്ല, അവർ അടുത്ത് വെച്ച് നോക്കുന്നത് കൊണ്ട് ഷോർട്ട് സൈറ്റ് ഉണ്ടാകുവാനും ഇടയുണ്ട്. അവർ ദൂരോട്ട് നോക്കാതെ ഇങ്ങനെ അടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അവസാനം എന്താണ്? കണ്ണാടി വെക്കേണ്ടതായിട്ട് വരും. ഇന്ന് പലരും ഫോൺ കാണിച്ചു കൊടുത്തിട്ടാണ് ചോറ് കഴിപ്പിക്കുന്നത്. പണ്ടൊക്കെ പറയും, അമ്പിളിയമ്മാവിനെ കാണിച്ചു തരാം, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരാം, പട്ടിയെ കാണിച്ചു തരാം, കാക്കയെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു ചോറ് കഴിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നെങ്ങനെയാണ്? കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് ചോറ് കുഞ്ഞിൻ്റെ വായിലേക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം പറയാം, എൻ്റെ കുഞ്ഞിന് ദഹനക്കേടാണ്, കുഞ്ഞിന് ഛർദിയാണ്. എന്താണ് പിന്നെ? കുഞ്ഞിന് ആഹാരം ദഹിച്ചിട്ട് വേണ്ടേ? ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് നല്ല നല്ല വസ്ത്രങ്ങളല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുൻപിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ, അനേകം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഭർത്താവ് ചീത്ത വിളിക്കും, ഭാര്യ മക്കളുടെ മുൻപിലിരുന്ന് ചീത്ത വിളിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പഠനത്തിൽ ജയിക്കുമോ? അവർ ഫെയിലായി പോവും. കാരണം എന്താണ്? അവരുടെ മനസ്സ് നിരാശ കൊണ്ട് നിറയുവാനിടയാകും. നിന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ നീ എന്താണ് ചെയ്യുന്നത്? മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. മക്കൾ യഹോവയുടെ അവകാശമാണ്. അവരെ നിങ്ങൾ നശിപ്പിക്കരുത്. ഒരു പൈതലിൻ്റെ സ്വഭാവം 12 വയസ്സ് വരെ നിനക്ക് അവനെ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം അവൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. പിന്നീട് അവർ അനുസരിക്കില്ല, നിന്നോട് മറുതലിക്കും. എന്നാൽ ചെറിയ പ്രായത്തിൽ നീ അവരെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അവർ വലുതായി കഴിഞ്ഞാലും അതുതന്നെ അവൻ പിന്തുടരും. ഒരു 12 വയസ്സ് വരെയാണ് മാതാപിതാക്കളുടെ ചോയ്സ്, മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ തീരുമാനം ഒരു കുഞ്ഞിൻ്റെ മേല് വിൽക്കുവാൻ കഴിയുന്നത്. അതിനുശേഷം 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് ടീനേജ് പ്രായത്തിൽ വരുമ്പോൾ അവൻ മുതിർന്നവനാണോ പയ്യനാണോ? മുതിർന്നവനാണോ? ബാലനാണോ? ബാലനുമല്ല. മുതിർന്നവനുമല്ല, ബാലനുമല്ല. 13, 14, 15, 16, 17, 18, 19. എത്ര വർഷമാണ് ഇത്? 7 വർഷങ്ങൾ. ഏകദേശം 7 വർഷങ്ങൾ. ഈ 7 വർഷത്തെ കാലയളവിൽ അവൻ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. അവനൊരു മുതിർന്ന വ്യക്തിയെപ്പോലെ ചിന്തിക്കുവാൻ തുടങ്ങും. എന്നാൽ മുതിർന്ന വ്യക്തിക്കുള്ളതായ അനുഭവം അവനില്ല, അതുപോലെയുള്ളതായ ജ്ഞാനം അവനില്ല. മാതാപിതാക്കൾ അവരെ കുഞ്ഞുങ്ങളെപ്പോലെ കാണാൻ നോക്കും. എന്നാൽ അവർ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളാണോ? അല്ല. അതുകൊണ്ട് അവർ ആ പ്രായത്തിൽ ശരിയായ തീരുമാനം എടുക്കേണ്ടതിന് ഒത്തവണ്ണം നിങ്ങൾ 12 വയസ്സുണ്ടായിരിക്കുമ്പോൾ തന്നെ അവന് ശരിയായ അടിസ്ഥാനം, അത് അവർക്ക് മുൻപോട്ടുള്ളതായ പ്രായത്തിൽ ശരിയായി ജീവിക്കുവാൻ സഹായിക്കും. നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നീ സന്തോഷിക്കുക, നിന്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കുക. എന്നാൽ നിന്റെ പ്രവൃത്തികൾ അനുസരിച്ച് ദൈവം നിന്നെ ന്യായം വിധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് ടീനേജ് പ്രായത്തിൽ അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കണം. അതുപോലെ തന്നെ ആ പ്രായത്തിൽ അവർ തെറ്റിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം അവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കണം. ഞാൻ 2 കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവർ ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിന് വേണ്ടി അവർക്ക് ഉപദേശവും കൊടുക്കണം. ശ്രദ്ധിക്കുക, ആ പ്രായത്തിൽ ഒരു വ്യക്തി കർത്താവിലേക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ അവൻ്റെ ജീവിതം മുഴുവനും അനുഗ്രഹിക്കപ്പെടാനിടയാകും. ദാവീദിന്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിൽ ഭയഭക്തിയുള്ളവനായിട്ട് ജീവിച്ചു.
പിന്നീട് അവൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളതായ മനുഷ്യനെന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ടു. എൻ്റെ ജീവിതത്തിലും എൻ്റെ ടീനേജ് പ്രായത്തിൽ ആ സമയത്ത് ഞാൻ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ഇഷ്ടപ്രകാരം അത് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായിത്തീരുമെന്നറിയില്ല. തക്ക സമയത്ത് ശരിയായ തീരുമാനമെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു. ഞാൻ അനേകം മിഷണറിമാരുടെ ജീവിത ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചതായ, ആളുകളെ അനുഗ്രഹത്തിലേക്ക് നടത്തിയതായ മിഷണറിമാരെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ എല്ലാവരും തന്നെ 17, 18, 19 വയസ്സുകളിൽ തന്നെ രക്ഷിക്കപ്പെട്ടതായ ആളുകളെന്ന് കാണാൻ കഴിയും. ആരും തന്നെ വാർദ്ധക്യത്തിൽ രക്ഷിക്കപ്പെട്ട ആളുകൾ കർത്താവിൻ്റെ കയ്യിൽ ഒരുപാട് ഉപയോഗിക്കപ്പെട്ടതായ കാര്യം കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആയുസ് മുൻപോട്ട് പോയിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാ യൗവനക്കാരോടും ഞാൻ പറയുകയാണ്, ഉപദേശിക്കുകയാണ്, നിങ്ങളുടെ സമയം കർത്താവിന് നിങ്ങൾ കൊടുക്കുക. നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് അവനോട് ചോദിച്ചാൽ നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. നിങ്ങളുടെ യൗവനപ്രായം വൃഥാവാക്കി കളയരുത്. യൗവനപ്രായത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയുക. ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കർത്താവ് നിന്നെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ടോ, കർത്താവ് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം നിന്റെ കയ്യിലുണ്ട്. എന്നെ വിടുവിക്കുന്ന ദൈവം നീ മാത്രമായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതാ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുകയാണ്. എൻ്റെ ശിരസ്സു മുതൽ പാദം വരെ സകല അവയവങ്ങളിലും ഉള്ളതായിട്ടുള്ള എല്ലാ രോഗങ്ങളും അനാരോഗ്യത്തെയും ഈ സമയം കർത്താവെ നീ തന്നെ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുക. അത്ഭുതം കർത്താവ് ചെയ്യാനിടയാകും. കർത്താവെ എൻ്റെ സങ്കടങ്ങളെ മാറ്റണമേ, എൻ്റെ പ്രശ്നങ്ങളെ മാറ്റണമേ. എൻ്റെ മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുമാറാകണമേ. എൻ്റെ മകൻ മദ്യപാനിയാണ്, മദ്യപാനത്തിൽ നിന്ന് അവനെ വിടുവിക്കുമാറാകണമേ. എൻ്റെ ഭാര്യയുടെ ദുഷ്ടപ്രവൃത്തിയിൽ നിന്ന് വിടുവിക്കണമേ. എൻ്റെ മക്കളുടെ അനുസരണക്കേടിൽ നിന്ന് അവരെ നീ വിടുവിക്കുമാറാകണമേ. എൻ്റെ മക്കളെ ദൈവഹിതപ്രകാരം വളർത്തുവാൻ സഹായിക്കണമേ. എനിക്ക് നീ ഉദരബലം തന്നതിനെ ഓർത്ത് കർത്താവെ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. ഈ കുഞ്ഞിനെ നിന്റെ നാമമഹത്വത്തിനു വേണ്ടി വളർത്തിക്കൊണ്ടുവരുവാനായി സഹായിക്കണമേ എന്ന് കർത്താവിനോട് ചോദിക്കാം. കർത്താവെ, ഈ ലോകത്തിൽ എൻ്റെ ജീവിതം എത്ര കാലമാണ്? എൻ്റെ ആയുസ് എത്രയാണ്? എൻ്റെ ജീവിതം ഈ ലോകത്ത് അവസാനിച്ചു പോകുന്നതല്ല. ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞാലും എൻ്റെ കർത്താവിനോടൊത്ത് നിത്യമായി വസിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ട്. ആ രാജ്യത്തിൽ വസിക്കുവാനുള്ളതായ ദൈവകൃപയ്ക്ക് എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി കടന്നു വന്ന നിന്റെ മക്കളെല്ലാം നീ ദർശിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളെയും നന്നായിട്ട് അറിയുന്നതായ കർത്താവേ, ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളതായ ആഗ്രഹങ്ങളെ നന്നായിട്ട് അറിയുന്നതായ കർത്താവേ, നിന്റെ അത്ഭുതകരം നീ നീട്ടുമാറാകണമേ. നിന്റെ രക്തത്താൽ കഴുകി ഞങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെയെല്ലാം നീ പുതുമയുള്ളതാക്കി മാറ്റണമേ. ഞങ്ങളുടെ തെറ്റുകളെ നീ ക്ഷമിക്കണമേ. ഇവിടെയായിരിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. യൗവനക്കാരെ നീ അനുഗ്രഹിക്കുമാറാകണമേ. കുടുംബങ്ങളിൽ സമാധാനം കൊടുക്കണമേ. വാർദ്ധക്യത്തിലുള്ള ആളുകളെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായ സകല പ്രശ്നത്തിനും പരിഹാരം നിന്റെ പാദപീഠത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ വചനം ധ്യാനിക്കുവാൻ, നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ, നിന്നിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ യേശുവേ